കുഞ്ഞാപ്പോ പഴിച്ചിട്ട് തിന്നാൻ പോവാണ്. എന്താ പറഞ്ഞ നമുക്ക് പിന്നെ വർത്താനം പറയാ. എന്താ എന്റെ വർത്താനം? വർത്താനൊക്കെ നല്ല ബഷീറാക്ക വന്നിരുന്നു ഇവിടെ പാവോ. അങ്ങോട്ട് വന്നിരുന്നു ഇവിടക്ക് വന്നാടാ. ശരി അങ്ങോട്ട് പോകണ്ട്. മൂപ്പാക്ക് നോമ്പൊക്കെ ആയിട്ടാ തോന്നുന്നേ. എന്നോട് 500 ഉറുപ്പ്യ ചോദിച്ചു. ഞാൻ കൊടുത്തടാ. കൊടുത്തപ്പോ മൂപ്പാട് പറഞ്ഞു എന്താണ് എന്തൊക്കെയാ പറഞ്ഞിരിക്കണ്, ഇത് കീറിക്കണ് 500 ഉറുപ്പ്യ തന്നിട്ട് 500 അല്ല 50 എന്നൊക്കെ പറഞ്ഞു. 500 തന്നെയാണത് മൂത്തുമാരെ തന്നതാണ്. നോക്കട്ടെ നോക്ക്. വെറുതെ അല്ല കുഞ്ഞാപ്പനെ കണ്ടുപോയിച്ചപ്പോ ഒരു കാര്യം തന്നെ പറഞ്ഞാട്ട് പോയത്. ഈ 500 തൊട്ടാ കൊടുത്തിക്കണേ. 500 കൊടുത്തിരുന്നത് കുഞ്ഞാപ്പോ ഇത് 50 കീറി 50. വെറുതെ അല്ല അവന് ദേഷ്യം പിടിച്ച് പോയിക്കണ്. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഇനി മൂപ്പാക്ക് ഇനിയിപ്പോ സാധനൊക്കെ മേടിക്കാനാ. ഇപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഉമ്മ അറിയും നോമ്പാവാനേക്കണെന്ന്. അപ്പൊ മുളകൊക്കെ മേടിക്കാനല്ലേ പെരക്കാർക്ക്. കുഞ്ഞാപ്പോ ഞമ്മള് വിചാരിക്കണ മാതിരിയല്ല. ചിലര് പറ്റിക്കാനായിട്ട് നടക്കുന്നവരുണ്ട്. അങ്ങനെ ഉണ്ടാവുമോ? ലോകം അങ്ങനെയാണ്. നല്ലവരുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടറിഞ്ഞത് നടന്നോ. നല്ലവരുണ്ട് അല്ലാത്തവരുണ്ട്. അപ്പൊ എന്റെ അടുത്ത് കിട്ടിയോണ്ട് പോന്നോട്ട് വെച്ചിട്ടേ എന്തായാലും നന്നായി. ജോനെ പറ്റിച്ച് നന്നായി. എന്തായാലും അതേമാതിരി തന്നെ പറഞ്ഞത്. അപ്പൊ എന്തായാലും ജോനെ പറ്റിച്ച് നന്നായി. 500 പറഞ്ഞിട്ട് അത് 50 കുഞ്ഞാപ്പോ. വേണ്ടെന്നാ പോയിക്കോ. ഞാനേ എന്റെ കൂട്ടം ഞാൻ ചോറ് കഴിച്ചു വരണേരെ ഈ വെറുതെ നോക്കുക. അത് ഞാൻ നോക്കാം. ഇച്ചൊരു കാര്യം ചെയ്യ്. എന്തായാലേ വെറുതെ അല്ല ബഷീർ ചൂടായി പോയത് എന്റെ കൂട്ടം പറഞ്ഞു. എന്നായിക്കോട്ടെ കുഞ്ഞാപ്പോ. കൊറേ നേരമല്ലോ എന്നോട് ആക്കി പോയിട്ട്. കുഞ്ഞാപ്പോ കുഞ്ഞാപ്പോ ജിന്നവിടെ ആക്കിട്ട് പോയതല്ലേ ഇവിടെ നോക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് മറന്നാ? ഞാന് മോനെ എന്നോട് പറയാനേ ഇന്നലത്തെ ബത്തലുണ്ടല്ലോ, ബത്തൽ കൂട്ടാനുണ്ട് ഇന്നലത്തത്. അത് ഇമ്മ എന്നോട് പറയാന് ഇന്നലത്തെ ബത്തൽ കൂട്ടാൻ ഇമ്മ ഈ മുളക് വരുതിയിട്ട് വെച്ചിരുന്ന്. ഇമ്മാർക്കും എനിക്കും കൂടി തിന്നാൻ വേണ്ടിട്ട്. ഞാന് മോനെ എന്ത് രസാന്ന് അറിയോ. അതൊക്കെ കൊറേ തിന്ന്. അപ്പൊ എന്റെ ഓർമ്മ വന്നില്ലടാ. നല്ല കുഞ്ഞാപ്പ ഞാൻ അവിടെ നിക്കുന്നുള്ള ചിന്ത ഒന്നും ഇല്ലല്ലേ. നല്ല രസം ഉണ്ടായിരുന്നു. കുറച്ചുകൂടി ചോറുണ്ട്, കുറച്ച് ചോറ് കൂട്ടാ. അതുകൂടെയാണ് തിന്നാതില്ലേ. അത് ഇനി ഉമ്മ ചീത്ത പറയോന്ന് ആലോചിക്കുന്നു. ആ പാവ തള്ളക്കൊന്നും ഇല്ലല്ലേ. വെച്ചുണ്ടാക്കിട്ട് ഒന്നും കൊടുത്ത് ബാക്കിയാക്കില്ലല്ലേ. കുറച്ചുകൂടി ഉണ്ടടാ. അത് ഇനി ഉമ്മാക്ക് അങ്ങോട്ടല്ല ഇങ്ങോട്ടല്ല അതാവൂലേ. അത് ഞാനെന്നെ തിന്നാലോ. ഇമ്മക്ക് ദോശ ഉണ്ടാക്കിക്കോളൂല്ലേ. എന്റെ എന്താ അഭിപ്രായം? എന്തായാലും മാവായി ചോറൊക്കെ തിന്നില്ലേ. ഞാൻ അല്ല ഇനി കുറച്ചും കൂടി ഉണ്ടടാ. വെത്തൽ കൂട്ടാൻ കൂട്ടിയപ്പോൾ എന്ത് രസാന്നറിയോ. നല്ല രസം. അല്ല ഞാൻ ഇവിടെ ഇന്നിവിടെ ആക്കി പോയതല്ലേ. ഞാൻ എന്റെ കാര്യം മറക്കും ചെയ്ത്. തിന്നാൻ കിട്ടിയൊക്കെ മറക്കും ചെയ്യില്ലേ. അല്ലെങ്കിൽ ഇക്ക് അങ്ങനെ തന്നെ പഴിച്ചാല് കണ്ണ് കാണൂല. ഒരാളെ ഓർമ്മ ഉണ്ടാവില്ല. കണ്ണ് കാണില്ല എന്നൊക്കെ എന്താ പറയണേ. പഴിച്ചാല് ഞാൻ നോക്കുമ്പോ കണ്ണൊക്കെ കാണാനുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ ചക്കനക്ക് പഴിച്ചാല് കണ്ണ് കാണൂല എന്നറിയോ. എനിക്ക് പഴിച്ചിട്ട് ചോറ് വെച്ചാലൊക്കെ കണ്ണ് കാണൊക്കെ ചെയ്യും. ഇമ്മ വെറുതെ പറയാടാ. എന്തായാലും വെട്ടി മുണിങ്ങിയ വയറ് കാണാണ്ട്. ഇനി ഭയങ്കര വിഷമായി. ഞാൻ കുറച്ച് ചോറ് ഉമ്മാക്ക് കൊടുക്കണ്ടേ എന്നുള്ള ഒരു വിഷമം. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞാ മറ്റൊരു ബഷീർ വരില്ലേ. ബഷീരോ? ബഷീറിന് കായ് കൊടുക്കണല്ലേ. ബഷീർ വലിയക്കാരോ എന്തിനും കൊടുക്കണം. ഉമ്മനോട് പറഞ്ഞാ? ഇമ്മ ഇനി ഇവിടെ ഇല്ലടാ. അമ്മ പോയതല്ലേ. വന്നാ പറയോ. അപ്പൊ ഞാനേ ആ ചോറ് ഇനി വിഷമം ആവോച്ചിരിക്കടാ. ചോറ് തിന്നണം. എനിക്കങ്ങനെ വെത്തൽ കൂട്ടാൻ നല്ല രസം ഉണ്ടായിരുന്നു. അനക്ക് വെള്ളം വേണോ? വെള്ളം വെച്ച് കുടിച്ചോ. എന്നിട്ട് ഇനിയിപ്പോ എന്താ പരിപാടി? ഇനിയിപ്പോ എന്താ പരിപാടി? പ്രത്യേകിച്ചൊന്നും ഇല്ല. ഈ വിറക് നോക്കണം. ഉമ്മ വന്നിട്ടേ അടുത്തേക്കോ. അപ്പൊ ഇനി കുറച്ച് ഭയങ്കര പേടിയാടാ. സുഖേതെടുത്തോണ്ടോ വെച്ചിട്ടേ. അങ്ങനെ കൊണ്ടുപോകുന്നില്ല. വിറക് കൊണ്ടാ നിക്കാലോ. അല്ല ഞങ്ങൾ നാളെ ചെന്നപ്പോ സുഖേതന്റെ വെറുതെടുത്തോണ്ടോ. ഇവിടുന്നാ? ഇവിടുന്നല്ല വേറെ എവിടുന്നാ കൊണ്ടോ. അത് പാടത്ത് നോക്കാവും. പ്രാർത്ഥനാവൂലേ. അപ്പൊ ഉമ്മാക്ക് പേടി. എനിക്ക് ഇവിടെ നിന്നോ. എനിക്ക് തോന്നുന്നു ഉമ്മാന്റെ സൂത്രാവും. ഉമ്മാന്റെ നെല്ലി നടക്കണേനെ പോവാതിരിക്കാനേ ഐഡിയ എടുത്തോ. നെല്ലി നടക്കണേനുള്ള സൂത്രാവും ഉമ്മാന്റെ. അങ്ങനെ ഉമ്മ എപ്പോഴും പറയിച്ച ചെക്കൻ്റെ ഒപ്പം ഇങ്ങനെ കാർക്കോളം നടക്കണ നടക്കണ്ട, തെണ്ടി നടക്കണ്ട. അപ്പൊ ഉമ്മ എന്തെങ്കിലും സൂത്രം ഒപ്പിച്ചാവൂലേ. എനിക്കറിയില്ല. അങ്ങനെയാണോ? എന്തായാലും നല്ല വെയിലായി. അല്ല അങ്ങനെ ആവും. അകത്തുള്ള ചോറ് തിന്നാതിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ നിച്ചു പോവാതിരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞാവും. ഒരു കാര്യം ചെയ്യാ.
അമ്മ വിചാരിക്കും പോയി ഞാൻ പറയട്ടെ ഇങ്ങനെ അടുത്ത് അടിയുണ്ട് ഞാന് ചോറ് കുറച്ച് വെച്ചിട്ടില്ല അവിടെ ഇമ്മാക്ക് ഭയങ്കര വിഷമാവും. അതുകൊണ്ട് ഇമ്മാക്ക് വിഷമാവാതിരിക്കാൻ വേണ്ടിട്ട് ഞാനൊരു സൂത്രം കണ്ടെത്തിയിട്ടുണ്ട്. ആ ചോറ് കൂടി ഞാൻ തിന്നട്ടെ, ആ ചോറ് കൂടി ഞാൻ തിന്നട്ടെ. കുറച്ചാകുമ്പോ ഉമ്മാക്ക് വിഷമാവും. കാരണം ഉമ്മ വിചാരിക്കും കുറച്ചാക്കിട്ട് കുഞ്ഞാപ്പോട് വെച്ചില്ലേ ഉമ്മാക്ക് തയ്യില്ലാന്നുള്ള വിഷമം ഉണ്ടാവും. അതും കൂടിയാണ് തിന്നൂടെ പോയി തിന്നിട്ട് വരട്ടെ. തിന്നിട്ട് ഞാൻ അവിടെ നിക്കണം പോയിക്കോ, ഞാൻ എന്റെ ആവശ്യം. അപ്പൊ വിറകോ? അല്ല ഇജ്ജ് വെറുതെ നോക്കിക്കോ, വെറുതെ നോക്കിക്കോ. ഞാൻ വരുന്നേരാ കുഞ്ഞാപ്പോ ഇനി വേറെ ആളെ നോക്കിക്കോ. വിറക് നോക്കാനേ വേറെ ആളെ നോക്കിക്കോ. 20 മണിക്കൂർ ഈ നേരത്തെ പോയിട്ട് 10 മണിക്കൂർ 1/2 മണിക്കൂർ ചോറില്ല, അധികം പണിയൊന്നുമില്ല. ഞാൻ തിന്നിട്ട് അവിടെ കിടന്നു പറയിക്കോ. അപ്പൊ വെറുതെ സുബൈദ കൊണ്ടുപോകും. അത് കൊണ്ടുപോകണേ കൊണ്ടേക്കോട്ടെ. അനക്കെന്താ ആരാന്റെ അമ്മക്ക് ഭ്രാന്ത് പിടിച്ച കാണാൻ രസം. അണ്ണാന്റെ അമ്മക്ക് വരണം നല്ല അറിയോളൂ. ആ ചിന്ത എനക്കുണ്ടെങ്കിൽ ചോറുന്നോ വെറുതെ അറിയില്ലേ. ഞാൻ വേഗം വരുന്നേ.